മഹാന്മാരാവുന്ന മശായിഖന്മാരുമായി ബന്ധപ്പെട്ടാൽ യഥാർത്ഥ ഷേഖുമാരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്, കള്ളന്മാരായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. പലരും പല കള്ളന്മാരും ഷെയ്ഖിയത്ത് ചമഞ്ഞുകൊണ്ട് പല ഭാഗത്തും അവർ ചില കോപ്പിരാട്ടികളൊക്കെ കാണിക്കും, ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കും. അപ്പം നമ്മൾ വിചാരിക്കുക യഥാർത്ഥ ഷേഖാണ്. അതല്ല, അവൻ ഉനബ്ബിഉക്കും ചെയ്യാത്തീന്ന. അപ്പൊ ശൈത്താനെ സേവിച്ചവരുണ്ടാവും, വേറെ വല്ല സേവയൊക്കെ ഉണ്ടാവും. അവർക്ക് ചിലപ്പോ അത്ഭുതം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും കാണിക്കാൻ കഴിയും. അത്ഭുതം കാണിച്ചതുകൊണ്ട് അവൻ ഷേഖാവൂല. യഥാർത്ഥ ഷേഖ് എന്ന് പറഞ്ഞാൽ അത്ഭുതം കാണിക്കുന്നവന്നല്ല. യഥാർത്ഥ ഷേഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂടെ ചേർത്തി നോക്കുമ്പോൾ അവരെ കറാമത്ത് അത് രണ്ട് സ്വഭാവത്തിലാണ്. ഒന്ന് മഅനവിയ്യത്തുൻ, ഒന്ന് ഹിസ്സിയ്യത്തുൻ. അത് ഒന്ന് ഇഹ്ദാഹുമാ മഅനവിയ്യത്തുൻ, ഒന്ന് മഅനവിയായ കറാമത്തുകൾ, ഒന്ന് ഹിസ്സിയായ കറാമത്ത്. മറ്റത് ഹിസ്സിയായ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ കാണുന്ന നിലയ്ക്ക് നമുക്ക് കാണിച്ചു തരാം. മറ്റൊന്ന് മഅനവിയ എന്ന് പറഞ്ഞാൽ അത് അത്ഭുതങ്ങളല്ല, അവർ അല്ലാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ആ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാണ് ഞാനിപ്പോൾ പറഞ്ഞ സ്വഭാവം. എല്ലാവിധ ഹറാമെന്നും കറാത്തെന്നും ഖിലാഫുലഹുലിന്നൊക്കെ ഒഴിഞ്ഞു അവൻ്റെ സർവ്വസമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിലായിരുന്നു. സുന്നത്തായ അമലുകളെ അധികരിപ്പിച്ചുകൊണ്ട് നിന്ന് പോരുന്ന ഒരു സ്വഭാവം. ആ സ്വഭാവത്തിന് ഒരാൾക്ക് തൗഫീഖ് ഉണ്ടാവുക, അതാണ് ഏറ്റവും വലിയ കറാമത്ത്.